എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മിയു ആണെങ്കിൽ ഇതിനു മുമ്പ് അവള് വർക്ക് ചെയ്തിരുന്നില്ലേ ഹവായി സിറ്റിയിൽ. അവിടേക്കാണെങ്കിൽ പോവാന്ന് ചെന്നയോട് പറഞ്ഞിട്ടുണ്ടാവും. ഓഫീസിൽ കുറച്ച് ഡോക്യുമെന്റ് ഒക്കെ അവിടെ ഉള്ളത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവള് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവനാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പോരാഞ്ഞിട്ട് അവൻ വാങ്ങിച്ചു കൊടുത്ത 2 കമ്മൽ പ്രത്യേകം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്നാണെങ്കിൽ നേരെ ജിയാങ്ങിനെ കാണാനായിരിക്കും പോകുന്നത്. നിനക്കറിയാലോ ഈ പ്രാവശ്യത്തെ പാർട്സിലൊക്കെ ആണെങ്കിൽ നീയാണ് അയക്കേണ്ടത്, അതുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ട് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശരി ബോസ് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. മിയ ആണെങ്കിൽ എയർപോർട്ടിലോട്ടാണെങ്കിൽ വന്നേക്കും കേട്ടോ. അടുത്ത നാട്ടിൽ തന്നെ ഉള്ളേ. അവിടെ വെച്ച് ആരോ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. വേറെ ആരുമല്ല, നമ്മുടെ ചെന്നരിയും കേട്ടോ. അതും വേറെ വേഷത്തിലൊക്കെ തൊപ്പിക്കിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ വെച്ച് കാണുന്ന ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അത് പിന്നെ നിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നാണ് പറയുമ്പോഴത്തേക്കിനാ നീ പേടിക്കൊന്നും വേണ്ട, എത്ര പെട്ടെന്ന് ഞാൻ വന്നേക്കാം, നിന്നെ ഉപേക്ഷിച്ചൊന്നും ഞാൻ പോകത്തില്ല, എന്തായാലും ഞാൻ ഇവിടേക്ക് തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനാ ഇവളുടെ ഫ്ലൈറ്റ് വരാനായി എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ആണെങ്കിൽ വന്നത്. അവനാണെങ്കിൽ ഭയങ്കര സങ്കടവും കേട്ടോ. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ നേരെ പോകുന്നത് എവിടേക്കെന്ന് വെച്ചാൽ ഇവിടെ ഓഫീസിലോട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല, ജയിലിലൊരുത്തനെ മീറ്റ് ചെയ്തില്ലായിരുന്നു. അവനാണെങ്കിൽ ബിം ഇന്ന സ്ഥലത്തൊക്കെ റെസ്റ്റോറൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ നാട്ടിലോട്ട് അതേ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നേക്കുന്നത്. അവിടെയാണെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ ഫുഡൊക്കെ ആണെങ്കിൽ കൊണ്ടു കൊടുക്കുക. സോറി കേട്ടോ, ഞാൻ അധികം ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല, എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം ഉണ്ടാക്കാറ്, അതുകൊണ്ട് ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയോണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു ഈ ഹോട്ടലിൽ നല്ല ഫുഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഫുഡായിരിക്കും നിൻ്റെ ഫ്രണ്ട് കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടത്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ടൈമിൽ ഡെലിവറിക്ക് പോയി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമായി പോയത്. എന്തായാലും എൻ്റെ വിസിറ്റിംഗ് കാർഡ് നീ വെച്ചോ, നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ പറഞ്ഞു വിടണം. മോൾ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കട തേടി കണ്ടുപിടിച്ച് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് ഈ ടീയും കൂടി വെച്ചോ, ബില്ലിൽ ഒരിക്കലും ഞാൻ ഇടില്ല, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയാൽ ഈ ലേഡിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങോട്ട് കയറി വരും കേട്ടോ. നമ്മുടെ മിയ പ്രതീക്ഷിച്ച പോലെ ബിമ്മ തന്നെ ആയിരിക്കും കേട്ടോ അവിടെ ജോലി ചെയ്യുന്നത്. അതും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇവിടെ ആരും കാണാതെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള കാര്യം മിയക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് പരിശോധിക്കാൻ ഇവൻ ഇവിടെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലോട്ട് തന്നെ അവൾ ശരിക്കും വന്നത്. എന്നിട്ട് അവൾ തെളിവൊക്കെ ആണെങ്കിൽ ശേഖരിച്ചിട്ട് നേരെ ഇവളുടെ ടീമിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാട്ടോ. നല്ലൊരു തെളിവാണ് എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്നത്, ഈ ഒരു തെളിവ് മതി നമുക്കെല്ലാം പൊളിച്ചെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. എന്നിട്ട് ബോസ് ഇവളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. മിയോ നിന്നെ വരെ ഞാൻ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ചെന്നിനോട് നീ എന്തോ ഒരു സ്നേഹം കാണിക്കുന്നത്, ഞാൻ നിന്റെ പുറകെ നടന്ന ടൈമിൽ അതിലൊരു അല്പ സ്നേഹം പോലും നീ എന്താ എന്നോട് കാണിക്കാതിരുന്നേ. അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കാണ് നമ്മൾ രണ്ടുപേരും കുറേ നാളായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾക്ക് രണ്ടുപേർക്കും തന്നെ അറിയാം നമ്മൾ രണ്ടുപേരും എത്രമാത്രം സെൽഫിഷ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള രണ്ടുപേരും ഒന്നിക്കാന്ന് പറഞ്ഞത് അത് പോസിബിൾ അല്ല. കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും രണ്ടുപേരാണെങ്കിൽ അടികൂടി സ്നേഹിക്കുന്നതൊക്കെ അത് ഭയങ്കര രസമാണ് പുറമേന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കിനും ഇതേപോലെ അടികൂടുകയാണെങ്കിൽ അതത്ര നല്ലതിനല്ല. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതും വിട്ടുതരുന്ന ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജനിച്ച് തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. ഞാനില്ലെങ്കിൽ വേറൊരു പെണ്ണ് അവന് സെറ്റാവില്ല, അതുപോലെ തന്നെ അവനല്ലാതെ വേറൊരുത്തനും എനിക്ക് സെറ്റാവില്ല എന്ന് നിനക്ക് മനസ്സിലായല്ലോ എന്ന് നല്ല വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും കേട്ടോ. അതായത് ഇനി എൻ്റെ മേളിൽ ഒരു ഹോപ്പ് വെച്ചുകൊണ്ട് നടക്കണ്ടെന്നാണ് അവള് പറയുന്നത് കേട്ടോ. ചെന്നിനാണെങ്കിൽ വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കാണ് മിയോ ഇല്ലാഞ്ഞിട്ട് കേട്ടോ. അവളാണെങ്കിൽ ഹോട്ടലിൽ നിന്നിട്ട് കുറച്ച് ജോലിയും കൂടി ആണെങ്കിൽ ചെയ്ത് തീർത്തിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് ചെന്ന അവിടെ ഉണ്ടാവില്ല. ടൈം 10 കഴിഞ്ഞല്ലോ, അവൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഇന്നാണ് അവസാനം ഡെലിവറി നടത്തുന്നത്, അവനായിരിക്കും പോയിട്ടുണ്ടാവുക. അവൻ വരേണ്ട ടൈം ആയല്ലോ, ഇനി എന്തെങ്കിലും പറ്റി കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവക്കും പേടിയാവട്ടോ. അതിനുള്ളിലൂടെ പോലീസുകാർക്കൊക്കെ എവിടേക്കാണ് ആ ട്രക്ക് പോകുന്നതെന്നുള്ള വിവരങ്ങളൊക്കെയാണ് ചെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെന്ന് പിന്നെയും വിളിച്ചിട്ട് പറയാണ് ഇവിടെ എല്ലാം കയറ്റി അയക്കാൻ വേണ്ടി പോവാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ ശരി ചെന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് എല്ലാം നോക്കിക്കോളാം, നീ അവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയും. അപ്പോൾ അവിടേക്കാണെങ്കിൽ ചീഫ് മാനേജർ വരും. ചെന്ന് നീ ആരെങ്കിലും വിളിക്കാമെന്ന് നോക്കുമ്പോൾ അല്ലല്ലോ എൻ്റെ ഫോണേ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞ് കാണിക്കുക. എന്നാൽ പിന്നെ ബാ നമുക്ക് ഡെലിവറി ചെയ്യുന്നിടത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോവുക. പോലീസുകാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും മീയാണെങ്കിൽ ഓടി അങ്ങോട്ട് വരും കേട്ടോ. ചെന്നെന്തിയാ അവൻ എവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ അവിടേക്കല്ലേ പോകുന്നത്, ഞാൻ വരുന്നു പറയുമ്പോഴത്തേക്കിനും പോലീസുകാരൻ പറയുന്നുണ്ട് മിയ വെറുതെ ടൈം വേസ്റ്റ് ആക്കല്, ഞങ്ങൾ വലിയൊരു ഓപ്പറേഷനിലാണ്, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു വിടാനാണ് നോക്കുന്നത്. ഇവിടെ ഡെലിവറി ചെയ്യുന്നിടത്താണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് അകത്തുണ്ടായിരുന്ന ബൊമ്മയൊക്കെ ആണെങ്കിൽ താഴെ വീഴുവേ. ചീഫ് മാനേജർ ആണെങ്കിൽ അയാളെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പം ചെന്നോട് വന്നിട്ട് പറയാണ് ഇത് കുറച്ച് ബൊമ്മ അല്ലേ, അതിനെ എന്തിനിങ്ങനെ വഴക്ക് പറയുന്നത്, അത് തിരിച്ചാൽ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടേ പോരെ എന്നും പറഞ്ഞിട്ട് ചെന്ന അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം ഇവരവിടുന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ പോലീസുകാർ വരുമ്പോഴത്തേക്കിന് ഇവന്മാരൊക്കെ പൊക്കത്തുള്ളൂ. എന്തായാലും ഈ ചീഫ് മാനേജർ അല്ലേ ഇവരൊക്കെ ലീഡ് ചെയ്യണ്ടേ. അപ്പോൾ പോലീസിനെ വിളിച്ചറിയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടുന്ന് പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിന് ജിയാങ്ങാണെങ്കിൽ കറക്റ്റ് ഇവൻ്റെ അടുത്തേണ്ടി വരും. നീ ഉണ്ടല്ലോ ഇന്ന് വണ്ടി ഓടിക്കേണ്ട, അതൊക്കെ ചീഫ് മാനേജർ നോക്കിക്കോളെന്ന് പറയുമ്പോഴത്തേക്കിനും
പക്ഷെ ഞാൻ ആ പ്രൊഡക്റ്റൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടി ഓടിച്ചോളാം എന്നല്ലേ പറഞ്ഞു. ഇപ്പം എന്താന്ന് നോക്കുമ്പോൾ എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ വയ്യ, നീ ഇന്ന് ഡ്രൈവ് ചെയ്താൽ മതി, നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സംശയമാവില്ല, അതുകൊണ്ട് ഓക്കെ വരാന്ന് പറയും. നിന്റെ ഫോൺ ഇങ്ങ് തന്നേര്. സംശയം കൊണ്ടല്ല കേട്ടോ, ഇതൊക്കെയല്ലേ നമ്മുടെ റൂൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ വാങ്ങിച്ചു വെക്കുക. ഇനി എങ്ങനെ പോലീസുകാർക്ക് വിവരങ്ങൾ കൊടുക്കുന്നതാണ് ചെന്ന് ആലോചിക്കുന്നത്. അപ്പൊ ജിയാങ് ഇങ്ങനെ പറയാ കേട്ടോ, ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നെ കുറേമാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിച്ചതല്ലേ? ശരിക്കും എന്നെ കൊല്ലാൻ വന്നവന്മാര് എൻ്റെ കൈ കൊണ്ട് എന്നെ ഭക്ഷണം കഴിച്ചവരാണ്. അവസാനം തിരിഞ്ഞു കൊത്തി. അതാണ് കൂടെ നിൽക്കുന്നവർ വരെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചതിക്കാം. അതുകൊണ്ട് എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനും ചെന്നെ മോക്കി എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളാണെങ്കിൽ കാണിക്കാണ്. ഈ ബിമ്മും ജിയാങ്ങും ആണെങ്കിൽ ഒരു ഹോട്ടലായിരിക്കും റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബിമ്മിന്റെ കടയായിരുന്നു ഈ ജിയാങ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ പെട്ടെന്ന് പൈസക്കാരാവണം. ഈ ഹോട്ടലിൽ വെച്ച് എന്തായാലും അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ മണൽ കടത്തുക അങ്ങനത്തെ എല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് പൈസക്കാരാവുക കേട്ടോ. അതിൽ വെച്ച് ക്യാപ്ലിംഗ് കൂടി കഴിച്ചിട്ട് ഭയങ്കര റിച്ച് ആവുകയാണ്. അങ്ങനെ വലിയ ആളായി കഴിയുമ്പോഴത്തേക്കിന് ഈ ജിയാങ്ങിനെ എല്ലാം ഒറ്റയ്ക്ക് കൈയടക്കണം എന്നായി ആഗ്രഹം. അതുകൊണ്ടാണ് ബിമ്മിനെ പോലീസുകാർക്ക് പെടുത്തി കൊടുത്തിട്ട് ഇയാളിപ്പോൾ ഭയങ്കര രാജാവായിട്ട് കഴിയുന്നത്. ബിമ്മാണെങ്കിൽ ഏതോ നാട്ടിൽ ആരും കാണാതെ ജീവിക്കുന്നത്. അതുകൊണ്ട് ബിമ്മിനെ ഈ ജിയാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അത്ര ദേഷ്യമുണ്ട് കേട്ടോ. കാരണം അയാളുടെ ജീവിതം മൊത്തം നശിപ്പിച്ചത് ഇയാളായിരിക്കും. അങ്ങനെ ഇവർ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കിനും അവിടെ പോലീസ് സ്റ്റേക്കിംഗ് ആണ് കേട്ടോ. ഇത് കണ്ടത് ചെയ്യാൻ കാണിക്കും വേറെ വഴിയിലൂടെ വണ്ടി എടുക്കാൻ വേണ്ടി പറയാം കേട്ടോ. അവനും വേറെ വഴിയില്ല, ആ വണ്ടി തിരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. പക്ഷെ മിയോ ആണെങ്കിൽ പോലീസുകാരെ ഫോളോ ചെയ്താണെങ്കിൽ വന്നിട്ടുണ്ടാവും. പെട്ടെന്നൊരു വണ്ടി വഴിമാറി പോകുന്നത് അവൾ ശ്രദ്ധിച്ചിട്ട് ആ വണ്ടിയുടെ പുറകെ പോകുമ്പോഴത്തേക്കിനും മിയോ ആണെങ്കിൽ പണ്ട് ചെന്നിന് ഒരു ലക്കി ചാമാണെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്. ആ ലക്കി ചാമാണെങ്കിൽ ആ കാറിൻ്റെ ബേക്കിൽ തൂക്കിയിട്ടേക്കുന്നതാണെങ്കിൽ കാണുകയാണ്. അത് നമ്മുടെ ചെന്ന് വെച്ചതായിരിക്കും കേട്ടോ. ആരെങ്കിലും ഒന്ന് കണ്ടറിഞ്ഞ് ഈ വണ്ടിനെ ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവൾക്കും അത് മനസ്സിലായിട്ട് അവരെ പുറകെ തന്നെ വരുവാ. പോലീസുകാരെയും വിളിച്ച് പറയുന്നുണ്ട് ഈ ജിയാങ് ആണെങ്കിൽ ചെന്നിനെ ഭീഷണിപ്പെടുത്തി തന്നു, ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന സ്ഥലത്തോട്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോഴത്തേക്കിന് മോളെ നീ എന്തിനാ ഇതിന് ഏർപ്പെടുന്നത്, ശരി ഞങ്ങൾ വരാം എന്നൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇവിടെ ജിയാങ് ആണെങ്കിൽ ചെന്നിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങുക. എന്താണ് ഇത്ര നാൾ കൂടെ നിന്നിട്ട് ചതിക്കാന്ന് വിചാരിച്ചോ? നീ എനിക്ക് ഇതിന് ചെയ്തൊക്കെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന വിചാരം? കൂടെ നിന്നിട്ട് പോലീസിന് ഒറ്റ കൊടുക്കുന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, വേഗം പോടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലിലാണെങ്കിൽ കത്തി കുത്തി തീർക്കുവേ. പുറകിലാണെങ്കിൽ വണ്ടി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അത് പോലീസ് അല്ലല്ലോ. ഓ ഇത് നിന്റെ ആളല്ലേ? അവളും നീയും കൂടി ഒന്നിച്ചിട്ട പ്ലാനാ. ശരി നിന്റെ ആളെ ആദ്യം കൊന്നേക്കാം എന്നാണെങ്കിൽ പറയുന്നത് കേട്ടോ. ചെന്നിനാണെങ്കിൽ പേടിയാവോ ഇവൻ എന്തെങ്കിലും മിയോനെ ചെയ്യുമെന്ന്. മിയോ അപ്പത്തേക്കിനും വണ്ടി സ്പീഡിൽ ഒട്ടിച്ചിട്ട് ഇവരടുത്ത് തന്നെ എത്താണ്. അപ്പോൾ ഈ ജിയാങ് ആണെങ്കിൽ പെട്ടെന്ന് കാറാണെങ്കിൽ തിരിച്ചു വിടും കേട്ടോ. അവളുടെ കാറിലാണെങ്കിൽ ചെന്ന് ഇടിച്ച് അതങ്ങ് മറിഞ്ഞു പോവുകയും ചെയ്യും. ചെന്നിനാണെങ്കിൽ പേടിയാവോ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന്. പക്ഷെ അവൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അവളാണെങ്കിൽ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട്, എനിക്ക് ഇനി അവർ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ചെന്നിനോടാണെങ്കിൽ വേഗം പോകുമെന്ന് പറഞ്ഞിട്ട് ജിയാങ് ആണെങ്കിൽ ഒരു പ്രാന്തനെ പോലെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുക. ചെന്നിനാണെങ്കിൽ മിയൊക്കെ എന്തെങ്കിലും പറ്റുമെന്നുള്ള ടെൻഷനും. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നേരത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയില്ലായിരുന്നു. ആ ലേഡി വരെയാണെങ്കിൽ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ, ആ കാർഡിലുള്ള നമ്പറിലാണെങ്കിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കിന് ബിമ്മ സംസാരിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി പോലും നാണോ ഇല്ലല്ലോ? ആ ജിയാങ് ഇവിടെ വില്ല പൊസിഷനിൽ നിൽക്കാണ്, അവൻ പണക്കാരനായിക്കൊണ്ടിരിക്കുക, നിങ്ങളെ തള്ളിയിട്ട്. അതുകൊണ്ട് അവനോട് നിനക്ക് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യണം. ജിയാങ് ഇപ്പോൾ എവിടേക്കായിരിക്കും രക്ഷപ്പെട്ടു പോയിട്ട് ഒളിച്ചിരിക്കാൻ ചാൻസ്, ആ സ്ഥലങ്ങളൊക്കെ പറഞ്ഞതാ എന്നൊക്കെയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളാണെങ്കിൽ എവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ഭാര്യയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകുമെന്ന് വയ്ക്കോ? അതൊരു അർജൻറ്റായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകണം, പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എവിടേക്കോ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പോലീസുകാരൊക്കെ ആണെങ്കിൽ മിയോൻ്റെ കാറ് കിടക്കുന്നിടത്തോട്ട് വരും, അവളാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ചെന്നിൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ലേ, അതൊക്കെ എന്താണെന്ന് ഇപ്പോൾ കാണാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ഹീറോയിൻ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ചെന്നാണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ ബിമ്മ് ഉണ്ടാവും കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലുണ്ടാവില്ല. എന്തിയുടെ മിയോ അവളെ നീ എന്താ ചെയ്തേ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിനും ഓവറായിട്ട് അങ്ങോട്ട് ചാടാൻ കേട്ടോ. പൈസയ്ക്ക് മേലെ പരുന്നും പറക്കില്ല നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അടങ്ങി ഇവിടെ നിന്നോണം. ജിയാങ് കണ്ടല്ലോ നിന്നെ ഒരു എലീനെ പോലെയാണ് കാണുന്നത്, എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ചെന്നിന് മനസ്സിലായി ഇനിയും നമ്മുടെ മിയോ ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ താൻ അവളെ വെറുക്കുന്ന പോലെ അഭിനയിച്ചാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ദിവസം അവളെ ആണെങ്കിൽ വേറെ കോളേജിൽ ചേർത്തിട്ട് അവളെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത്. നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് അവനെ വെറുപ്പിച്ചിട്ട് അവളെ അവിടുത്തെ പറഞ്ഞു വിട്ടത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു, അവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അവളെ പറഞ്ഞു വിട്ടതിന് വിഷമത്തിൽ അവൻ നേരെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും ഭീമാണെങ്കിൽ ഇവൻ്റെ തലക്കെട്ട് അടിച്ചിട്ട് ഒരിടത്ത് കൊണ്ടുവന്ന് ഇട്ട് കാണും കേട്ടോ. എടാ നിനക്കൊരു കാര്യം അറിയോ, ഞാനിപ്പോൾ നിന്നെ വിൽക്കാൻ വേണ്ടി പോവാണ്, അതും പരസ്പരം അടിച്ച് തല്ലി ചാവുന്ന ഒരു സ്ഥലത്തേക്കാണ് നിന്നെ കൊണ്ടുവരാക്കാൻ വേണ്ടി പോകുന്നത്. നിന്നെപ്പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള യങ് മാനൊക്കെ അവിടെ വിറ്റിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് എന്തോരം പൈസ കിട്ടുന്നറിയോ?
പോരാഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പ്രാന്താണ്. എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പരസ്പരം മനുഷ്യന്മാരെ വെച്ച് തല്ലിച്ചിട്ട് ഒരുപാട് പൈസ അവരുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ലാഭമാണ് നിന്നെ വിൽക്കുന്നതിലൂടെ എന്നൊക്കെയാണ് ഈ പറഞ്ഞിട്ടുണ്ടാവും. ഇവനെ വിൽക്കാൻ വേണ്ടിയിട്ട് ബിമ്മിനെ സഹായിച്ച് തന്നെ ജിയാങ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഇവനെ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ബിമ്മാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടില്ലായിരുന്നു. അതേ സ്ഥലത്തോട്ടേക്കാണെങ്കിൽ ഈ ജിയാങ് ഹീറോയിനെ കൊണ്ടിടുകയാണ്. അത് കൈയൊക്കെ കെട്ടിയിട്ടിട്ട് കേട്ടോ. അവന് ഓൾറെഡി കുറെ കുത്തൊക്കെ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടിയോണ്ട് രക്ഷപ്പെടാനും പറ്റത്തില്ല. അവിടെ നിന്ന് CCTV ഉണ്ടാവില്ല. അവനെ കണ്ടുപിടിച്ച് വരലും കുറച്ച് ബുദ്ധിമുട്ടാണ്. നീ എന്നെ തന്നെ ചതിക്കാൻ നോക്കല്ലേ, എന്നെ ചതിക്കുന്നവർക്കൊക്കെ ഇതായിരിക്കും ഗതി എന്ന് പറഞ്ഞിട്ട് ഹീറോ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അപ്പൊ അവന്റെ കണ്ണൊക്കെ ആണെങ്കിൽ പതിയെ അടഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അവനാണെങ്കിൽ ഇപ്പൊ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ അവന്റെ അച്ഛനും അമ്മയായിട്ട് എത്ര ഹാപ്പി ആയിട്ടാണ് അതൊക്കെ ആയിരിക്കും അവന്റെ ഓർമ്മയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ അതേ സമയം ഹീറോന്റെ ലൊക്കേഷൻ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. മിയോ ആണെങ്കിൽ കണ്ടുപിടിച്ചു കേട്ടോ. ആ ബിമ്മാണെങ്കിൽ പറഞ്ഞെടുത്തിട്ടുണ്ടാവും ഇന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവാന്ന്. അതുകൊണ്ട് അവളും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുക. ഇവിടെ ചെന്നാണെങ്കിൽ എന്താ നിങ്ങൾക്ക് വരെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. ആർക്ക്? എനിക്ക് വിഷമോ? എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാമാറുണ്ട്. അവനെ കൊല്ലാന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിന് കറക്റ്റ് മിയോ ആണെങ്കിൽ അവിടേക്ക് വരും കേട്ടോ. അയാളെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് ഇത്രയുള്ള പെണ്ണ് എന്നെ തള്ളിവിടാനായെന്ന് പറഞ്ഞിട്ട് അവളെ ചവിട്ടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അവളെ ആണെങ്കിൽ സ്റ്റെപ്പിന്റെ മുകളിലോട്ട് വലിച്ചെഴിച്ച് കൊണ്ടിട്ട് ഒരു കയറൊക്കെ ആണെങ്കിൽ അവളുടെ ചുറ്റിനും കെട്ടിയിട്ട് ഇതിന്റെ മുകളിൽ നിന്നെ താഴെ ഇടുവാണെങ്കിൽ നീ ചത്തുപോയിരിക്കല്ലേ എന്നാണ് ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ താഴെ നമ്മുടെ ചെന്നാണെങ്കിൽ പെട്ടെന്ന് കയറിന്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് എങ്ങനെയൊക്കെ അവരുള്ള സ്ഥലത്തോട്ടാണെങ്കിൽ സ്റ്റെപ്പ് കയറി വരും കേട്ടോ. അവനെയും ഓൾറെഡി വയ്യ. ആഹാ രക്ഷിക്കാൻ കാമുകം വന്നല്ലോ, അന്ന് നീ ഒന്ന് രക്ഷിക്കുന്ന പറഞ്ഞുണ്ട് അവളെ പിടിച്ച് താഴോട്ട് ഇടും കേട്ടോ. കയറാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ പിടിച്ചേക്കുക. അവനെ ആരോഗ്യമില്ല, ഇവളുടെ വെയിറ്റും കൂടി അവനിപ്പോൾ സഹിക്കണം. അതുകൊണ്ട് തൻ്റെ ജീവൻ പോയാലും ഇവളെ ഞാൻ വിട്ട് കളയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പിടിച്ചോണ്ടിരിക്കുന്നത്. അന്നതൊന്നും കാണില്ലെന്നും പറഞ്ഞോണ്ട് ഇവനാണെങ്കിൽ എടുത്തിട്ട് ചവിട്ടാട്ടോ. വീട്ടിലെ കയറ് നിന്നെ കൂടി കൊല്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞോണ്ട് അപ്പത്തേക്കിന് അവിടേക്ക് പോലീസ് വണ്ടിയൊക്കെ വരുന്നതാണെങ്കിൽ സൗണ്ട് കേട്ടതോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞോണ്ട് ജിയാങ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിനും കറക്റ്റ് അവിടേക്കാണെങ്കിൽ ആ ബിമ്മു വന്നിട്ട് ഇയാളെ കുത്തുവാട്ടോ. എന്താണ് എന്നെ ഒരുപാട് മിസ് ചെയ്തു തോന്നുന്നു, അതുകൊണ്ട് ഞാൻ തന്നില്ലേ എന്നാണെങ്കിൽ ചോദിച്ചോണ്ട് കേട്ടോ. മിയോനെ ആണെങ്കിൽ ചെന്നൈ എങ്ങനെയൊക്കെ വലിച്ചു മുകളിലോട്ട് എത്തിക്കുകയും ചെയ്യുക. അവനാണെങ്കിൽ ഒട്ടും വയ്യാതെ കടുക്കാട്ടോ. മീയാണെങ്കിൽ ഇല്ലടാ നിനക്ക് ഒന്നും പറ്റത്തില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പോലീസ് അകത്തോട്ട് കയറിയിട്ട് ബിമ്മിനെയും പിന്നെ ജിയാങ്ങിനെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന്. ഇവർ രണ്ടുപേരെയും കൊണ്ടുപോകും. അപ്പോൾ ഹീറോയും കൊടുത്താൽ ലക്കി ചാമാണെങ്കിൽ അവൻ കൈ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മിയും നമ്മുടെ ചെന്നാണെങ്കിൽ എല്ലാം തന്നെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ ഇപ്പോൾ കോടതിയിൽ വന്നേക്കുവാണ്. ജിയാങ് ബിമ്മും തങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ ബിമ്മാണെങ്കിൽ എന്നെ 2005 ഒരു സ്ഥലത്ത് വിറ്റു. അവിടെയാണെങ്കിൽ പരസ്പരം തല്ലി ജയിക്കുന്ന ഒരു സ്ഥലത്താണ് കൊണ്ടാക്കിയത്. എന്നെ അവിടെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് അനുഭവിച്ചു. അവിടെയുള്ള ഓഫീസേഴ്സിനൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് കെഞ്ചി ഇട്ടൊക്കെയാണ് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് തന്നെ എത്തിയത്, രക്ഷപ്പെട്ടു വന്നതാ എന്നുള്ള അവൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ തുറന്നു പറയാം കേട്ടോ. അതുപോലെ തന്നെ മിയോ എല്ലാം പറയുന്നുണ്ട്. അവള് ഇവരുടെ കമ്പനിക്കെതിരെ കണ്ടുപിടിച്ചത് ഇല്ലീഗലായിട്ടുള്ള എല്ലാ സംഭവങ്ങളാണെങ്കിൽ വിളിച്ചു പറയും കേട്ടോ. ഇതൊക്കെ കേട്ട കോടതിയാണെങ്കിൽ അവർക്കുള്ള വിധിയാണെങ്കിൽ പറയാട്ടോ, ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയാമെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇവരെ കൂടിയിരുന്ന ചീഫ് മാനേജർ അങ്ങനെ കുറച്ച് പേരില്ല, അവർക്ക് 7-8 വർഷം ജയിലിൽ കിടക്കാനുള്ള ഇതും കൊടുക്കും. മിയൊക്കെ ചെന്നിന് ഇപ്പോഴാണ് ഭയങ്കര സന്തോഷമാകുന്നത്. പോകുന്നതിന് മുമ്പ് ആ ജിയാങ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും നോക്കിയിട്ട് ഒരുമാതിരി ചിരിയും ചിരിച്ചിട്ടാണ് പോകുന്നത്. പോലീസുകാരന് ഇപ്പോഴാണ് ഒന്ന് ഹാപ്പി ആവുന്നത് കേട്ടോ, കാരണം തൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇപ്പോഴാണ് നീതി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആണെങ്കിൽ വീട്ടിൽ വന്നത്. മിയോ ആണെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ അവൻ്റെ കൊടുക്കും കേട്ടോ. അതിനകത്ത് ഈ വീട് വിൽക്കണം എന്നാണെങ്കിൽ എഴുതി വെച്ചേക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്യണം ഈ നാട്ടിൽ നിന്ന് പോയി, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ വീട് വിറ്റാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേറെ നാട്ടിൽ പോയിട്ട് ജീവിക്കോ? ഓക്കെ, പക്ഷെ എനിക്കിപ്പോൾ ഒരു ജോലിയും കൂലിയും ഒന്നുമില്ല. എന്നെ നീ വേണം നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഹൗസ് ഹസ്ബൻഡായിട്ട് നീ വീട്ടിൽ നല്ല സന്തോഷത്തോടെ നിന്ന് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇവർ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തേക്കുക. എല്ലാവരും തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരനെ ആണെങ്കിൽ വിളിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ചെറിയ പിള്ളേർ കൂടുന്നതല്ലേ, ഞാനില്ലെന്ന് പറയും. എന്നിട്ട് ഇയാളാണെങ്കിൽ നേരെ പോകുന്നത് ഇവരെ വെഡിങ്ങിന് വേണ്ടിയിട്ട്. യോങ് ആണെങ്കിൽ വെഡിങ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയില്ലായിരുന്നോ. അവിടേക്കാണെങ്കിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് സ്വന്തം ഫിയാൻസി അവിടെ നിൽക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ കാണും കേട്ടോ. ഇവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിന് ചെന്ന് പോകേണ്ടത് ഒരുപാട് മിസ്സാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഞാനിവിടെ അടുത്ത നാട്ടിലല്ലേ പോകുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നാളാ, ന്യൂ ഇയറിന് ഞാൻ ഇവിടെ എത്തും, നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ സംസാരിച്ച് പാട്ടൊക്കെ പാടി നിൽക്കുക കേട്ടോ. പോലീസുകാരനാണെങ്കിൽ ഫിയാൻസിനിടയ്ക്കേക്ക് അവിടേക്കാട്ടോ വന്നേക്കുന്നത്. നിനക്ക് നീതി കിട്ടി, നിനക്ക് അത് അറിയാമെന്നും പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുക. നിനക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെന്നും മിയോ ആണ് കാരണക്കാരി. ആ 2 പിള്ളേരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ ഇപ്പം ഹാപ്പിയാന്ന് വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരന് ഇപ്പോഴൊന്ന് സന്തോഷമാവുന്നേ.
ചെന്നു മിയോ ആണെങ്കിൽ എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ മിയോ വർക്ക് ചെയ്യുന്നില്ലേ ഹവായി സിറ്റി, അവിടെ ആയിരിക്കും കേട്ടോ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അവനും പറയാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യാം, തുണി കഴുകാം, ഫുഡ് ഉണ്ടാക്കാം, തൂത്തുവാരാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുപാട് ടൈം ആയില്ലേ, ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യാനാ? പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് നല്ല സെറ്റ് ആവും കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ചെന്നങ്ങോട്ടേക്ക് വരുമോ. ഇവനെ കണ്ടത് എന്താ ഹാൻഡ്സ് കണ്ടില്ല നമ്മുടെ മിയോന്റെ അടുത്തിരിക്കുന്നത്, അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൂടെ വരയ്ക്കുന്ന ഒരു പെങ്കൊച്ചു പറയാണ്, ഇത് നോക്കിക്കച്ചാൽ നിന്റെ വൈഫിനായിട്ടില്ല വീട്ടിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പയ്യന്മാരുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ വൈഫിനെ കാണാൻ അത്ര രസമില്ല. അപ്പോൾ പയ്യന്മാരൊക്കെ പുറകെ വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ബെസ്റ്റ് കപ്പിൾസ് ആണ് നിങ്ങൾ രണ്ടുപേരും എന്നാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരാണെങ്കിൽ ഇപ്പോൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവരാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ അവനും പറയുന്നുണ്ട്, മിയോ നമുക്കൊരു കാർ എടുക്കാം, ഭയങ്കര തണുപ്പാണ് വണ്ടിയിൽ പോകുമ്പോൾ, നമുക്ക് കാർ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കിന് പക്ഷേ എനിക്ക് ബൈക്കിൽ പോകുന്ന ഇതൊരു ബോർ അടിച്ചിട്ടില്ലല്ലോ, ബോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇവരുടെ ലൈഫിൽ ഇപ്പോഴൊന്ന് സമാധാനം എന്ന് പറഞ്ഞൊന്ന് കാണുന്ന കേട്ടോ. രണ്ടുപേരും അത്ര ഹാപ്പിയാണ്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കിനും ചെന്നു ഇങ്ങനെ പറയാണ്, എന്നെ ആ ബിമ്മാണി ഒരിടത്ത് വിറ്റില്ലായിരുന്നോ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വഴി ഫസ്റ്റ് നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ കോളേജിലോട്ട് ഞാൻ വന്നത്. അപ്പോൾ നീ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. അപ്പോൾ നിന്റെ അടുത്തോട്ട് തന്നെ എനിക്ക് വരാൻ വേണ്ടി മടിയായിരുന്നു, കാരണം നിനക്ക് പറ്റിയ ആളല്ല ഞാൻ. നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ അഴുക്കാവുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ അന്ന് കാണാതെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. അവിടെ നിൽക്കുമ്പോഴും ഞാൻ നിന്നെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ലവിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, ഒരു വീട്ടിൽ തന്നെ നിൽക്കുക, അയാളെപ്പറ്റി ചിന്തിക്കുക, ഇതൊക്കെ ഒരു ലവെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കും അവളും ഐ ലവ് യു എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം മിയോ ആണെങ്കിൽ ജിമ്മിലോട്ടാണെങ്കിൽ വന്നേക്കും കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെയാണ് ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചല്ലേ, എപ്പോഴാണ് കല്യാണം നോക്കുമ്പോൾ ഇപ്പോഴെല്ലാം സെറ്റിൽ ആവുന്നതെന്ന്, അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പറ്റി പിന്നെ ചിന്തിക്കാന്ന് പറയേ. കെന്നി ഞാനും ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെന്നിനെ കാണാൻ വേണ്ടി വന്നേക്കുക. അവന്മാരും ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. എൻ്റെ കല്യാണം കഴിക്കണം എന്ന് അത്ര നിർബന്ധം, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം തന്നെ ഒരുമിച്ചല്ലേ, പോരഞ്ഞിട്ട് നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞങ്ങളൊരു ഫാമിലിയാന്ന്, അതിനപ്പുറം എന്താ വേണ്ടേ? എടാ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ ഒരു കല്യാണം കഴിക്കണം, എന്നാലേ നിനക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. നിനക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിന് എടാ അതൊന്നും വേണ്ട, അതൊക്കെ പിന്നെ നോക്കാന്ന് പറയുവേ. എന്നിട്ട് ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തോട്ടൊക്കെ ആണെങ്കിൽ പോകുന്നുണ്ട്. നമ്മുടെ ചെന്നാണെങ്കിൽ ഒരു ഗെയിമിംഗ് സെൻറ്റർ ആണെങ്കിൽ എടുത്ത് നടത്താൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു സ്ഥലമായിരിക്കും കേട്ടോ. അതൊക്കെയാണെങ്കിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിനെപ്പറ്റി നമ്മുടെ മിയോനോടും പറയുന്നുണ്ട്, ഗെയിമിംഗ് സെൻറ്റർ ഒക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഏടാ എനിക്ക് ഉറക്കം വരുന്നത്, നമുക്ക് ടി വി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ടി വി കാണാൻ വേണ്ടി വന്നിരിക്കും. അപ്പോൾ മിയോ ഇങ്ങനെ പറയാം കേട്ടോ, ഞാൻ ഹവായി സിറ്റി പഠിച്ചിട്ട് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ നാട്ടിലോട്ട് വന്നത്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ നീ അല്ലേ എന്നെ പഠിപ്പിച്ചതും, എനിക്ക് എന്ത് അപകടം വന്നാലും നീ എന്നെ രക്ഷിക്കാനൊക്കെ വന്നത്. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനും നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം, നമ്മൾ രണ്ടുപേരുള്ള നല്ലൊരു ലൈഫ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനോ അവൻ പെട്ടെന്ന് കിസ് ചെയ്യും കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ എന്നാണെങ്കിൽ പറയുമ്പോൾ അവനും പറയാം കേട്ടോ, എനിക്കറിയാം മിയോ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞാൻ സത്യത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ജീവിതമല്ലെന്ന് തോന്നിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ നരകിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നീ തിരിച്ച് നാട്ടിലോട്ട് വന്നത്, അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നിയത് നീ ഒരു മാലാഖിനെ പോലും വന്നതിനെ രക്ഷിച്ചതായിട്ടാണ്. ഇപ്പം നമ്മളിവിടെ വന്നില്ലേ, എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊന്നും ഇതിന് ഈടാക്കാൻ പറ്റുന്നതല്ല. അതുപോലെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അതുപോലെ പണ്ട് ഇവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കാണത്തില്ലായിരുന്നു. അതുപോലെ രണ്ടുപേരാണെങ്കിൽ ടെറസിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കിന് രണ്ടുപേരും പരസ്പരം പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഇനിയുള്ള ജീവിതം നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടെ ഈ ഡ്രാമയുടെ അവസാനിക്കാം കേട്ടോ. ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു ഡ്രാമയായിട്ട് ഇനി വരുന്നവരെ ബൈ ബൈ.